വെൽക്കം ടു അവർ വ്ളോഗ്. നമ്മുടെ തിരുവാതിര ദിവസത്തെ ഒരു ചെറിയ വിശേഷങ്ങളായിട്ട് നമ്മുടെ ഒരു കുഞ്ഞ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വലിയ ആർഭാടമൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു തിരുവാതിര എൻ്റെ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് എഴുന്നേറ്റ് കുളിച്ചിട്ടാണല്ലോ നമുക്ക് തിരുവാതിരയുടെ എന്ത് നൊയമ്പുള്ള ദിവസവും നമുക്ക് രാവിലെ തന്നെ കുളിച്ചിട്ട് വേണമല്ലോ എന്തായാലും ഇപ്പോൾ ചായ ആണെങ്കിലും എന്താണെങ്കിലും കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് കുളിച്ചു. അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഗൗരി എഴുന്നേക്കാൻ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ തീർത്തൊക്കെ ഒന്ന് കുടിച്ച് ചായയൊക്കെ വെച്ച്. അപ്പോൾ എനിക്കായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ കണ്ണനും അച്ഛനും അവർക്കൊന്നും ഇതൊന്നും ബാധകമല്ലല്ലോ. അപ്പോൾ അവർക്കെല്ലാം സാധാരണ പോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി എനിക്കായിട്ട് 2 ഗോതമ്പ് ദോശ, ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു സവോള ചമ്മന്തി ഉണ്ടാക്കി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് രാത്രിയിലത്തേക്ക് എന്തുണ്ടാക്കുക, എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം എങ്ങനെയാണ് നമ്മൾ ഈ കഞ്ഞി ഇതൊക്കെ ഉണ്ടാക്കണേന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് പോരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ഉച്ചയായപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആട്ടോ പോയത്. എനിക്ക് വീട്ടിൽ പോകാനായിട്ട് അധികം ദൂരമില്ല, ഒരു 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെ വീട്ടിൽ ചെന്നു. അപ്പോൾ അമ്മ ഉച്ച നേരത്തെ അടിച്ച് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാവിലെ എൻ്റെ 3 കുട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വന്നപ്പോൾ തൊട്ട് ഇവർ ഓരോ കളിയും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇവർ കളിച്ച് പോകുമ്പോൾ അവർ കളിച്ചിരുന്ന സ്ഥലം മൊത്തം വൃത്തികേടാക്കിയിട്ടേ പോകുള്ളൂ, കാരണം ഓരോന്ന് പേപ്പറും അതൊക്കെ കീറി അങ്ങനെയൊക്കെ ഇട്ട്. അപ്പോൾ അമ്മ അവിടെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ കഞ്ഞി കുടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കുടിക്കാനുള്ള, കാരണം രാജേഷേട്ടൻ രാവിലെ പോയതാണ്. അപ്പോൾ രാജേഷേട്ടൻ എങ്ങാനിപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞത് അമ്മ എനിക്ക് പകർത്തി തരാം കേട്ടോ. സത്യത്തിൽ എനിക്ക് കഞ്ഞിയോടൊന്നും വലിയ താല്പര്യമില്ല. കഞ്ഞി കുടിക്കണേലും എനിക്കിഷ്ടം ചോറാട്ടോ. കഞ്ഞി എനിക്കെന്തോ, എല്ലാവരും പറയും കഞ്ഞി ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണെന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് കഞ്ഞി കുടിക്കാൻ വലിയ താല്പര്യമില്ല. എന്നാലും ഇപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് നമുക്കിപ്പോൾ ഗോതമ്പ് കഞ്ഞിയല്ലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് കഞ്ഞിയും പിന്നെ പുഴുക്കും പിന്നെ നമ്മുടെ കൂവക്കുറുക്കാട്ടോ, കൂവ പായസമാണ്. അപ്പോൾ കുഞ്ഞിൽ എനിക്ക് ഈ കൂവ പായസം അത്ര ഇഷ്ടമല്ലായിരുന്നു. അതിൽ തേങ്ങ കിടക്കണത് കാരണം കൊണ്ട് ഞാൻ കുടിക്കാറില്ല. പക്ഷേ ഇപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇത്തിരി കൂടുതൽ കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴിച്ച് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഇവരിവിടെ താമസമായിട്ട് 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ചിക്കൂമയും പ്ലാവുമൊക്കെ ചക്ക അതൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടത് തിരിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ കടയിലൊന്ന് കയറി. അപ്പോൾ വെളുപ്പിന് പോയതാണ് രാജേഷേട്ടൻ. അപ്പോൾ രാജേഷേട്ടനെ ഒന്ന് കാണാം. അപ്പോൾ കുട്ടീസാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റോറിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് വേണ്ട ജ്യൂസ് അതൊക്കെ എടുത്ത് അങ്ങനെ രാജേഷേട്ടൻ്റെ സത്യത്തിൽ ഞാൻ കടയിൽ കയറിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ കഴിഞ്ഞുവെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ ഒപ്പം കൂടി തിരിച്ചു വരാൻ ഞാൻ അച്ഛൻ്റെ കൂടെ പോയത്. അപ്പോൾ ചേട്ടൻ്റെ കടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കിച്ചൺ ക്ലീൻ ആക്കലായിട്ടുണ്ടായുള്ളൂ, പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വരാണ്. അപ്പോൾ ഞാൻ ബേക്കറിയിലൊന്ന് കയറി നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ കായ വറുത്തതെടുത്തു. ബജ്ജിയൊന്നും കഴിക്കാൻ പറ്റില്ല, നൊയമ്പല്ലേ. അങ്ങനെ ചേട്ടനോട് ആറ്റയും പറഞ്ഞ് വീട്ടിലേക്ക് വരാം കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് കഞ്ഞി കഴിക്കാൻ പോവാം. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ്, എന്നാലും ഇന്ന് വേറെ നിവൃത്തിയില്ലല്ലോ എന്നുള്ള ചിന്തയിൽ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടീസാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഓരോരോ കളിയും വഴക്കും അങ്ങനെ ഓരോന്ന് നടക്കണു. ഞാൻ കഞ്ഞിയും പുഴുക്കും പപ്പടം കാച്ചാൻ മടിയായാലും പപ്പടം കാച്ചിയില്ല കേട്ടോ. അങ്ങനെ കഞ്ഞി ഇരുന്ന് കഴിക്കാൻ പോവാം. സത്യത്തിൽ രാവിലെ ഞാൻ ചെറിയ തിരുവാതിരയായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഷോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാട്ടോ. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഒരു ചെറിയൊരു മിനി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ ചെയ്യണ പരിപാടി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തൊക്കെ ചിലപ്പോൾ തിരുവാതിരയൊക്കെ നല്ല രീതിയിൽ നോക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനിവിടെ നമ്മൾ പണ്ട് കല്യാണത്തിന് മുന്നൊക്കെ ശരിക്കും നോക്കിയിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ വീട്ടിലാകെ ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രമൊക്കെ വച്ചിട്ടുണ്ടാക്കണം. അപ്പോൾ പിന്നെ ആ ഒരു മടി കാരണം കൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് ചോറ് മാത്രമേ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൂ, ബാക്കി എല്ലാ ഐറ്റംസും നോണും ചോറും ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും കഴിക്കാം. അപ്പോൾ പിന്നെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ പകൽ ഉറങ്ങാൻ പാടില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഐഡിയ ഒന്നും ഇതിനെക്കുറിച്ചൊന്നുമില്ല. നമ്മൾ കുഞ്ഞിലേ തൊട്ട് എടുത്ത് വരുന്നു, ആ ഒരു അറിവിൽ നമ്മളത് ചെയ്യണു, അത്രേ ഉള്ളൂ. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ ഒന്ന് കൂവ പായസമൊക്കെ കുടിച്ച് ഇനി രാത്രി എന്ത് എന്നുള്ള യാതൊരു ചിന്തയും എനിക്കില്ല കേട്ടോ. കാരണം എനിക്ക് വല്ല പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനോ മിക്കവാറും ചാൻസ് ഉള്ളൂ. അങ്ങനെ രാത്രി ആകുമ്പോൾ തിരുവാതിര കളിയൊക്കെ ഉണ്ട് അമ്പലത്തിൽ, അവിടെ ഒന്ന് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.